ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജസ് പൊന്നു. എന്റെ ഡീനു മാത്രം പറഞ്ഞുള്ളൂ, കാരണം ഡീനുവിന് ഇന്ന് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്ന്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കുഞ്ഞി. ഈ പെണ്ണുമ്പോൾ എന്തിട്ട് പറയണേന്ന് സഹിക്കണം, ഇന്ന് മൊത്തം തന്നെ സഹിക്കണം. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മള് കുഞ്ഞിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് ഇന്ന്. അപ്പൊ ഇനി പൊളിക്കല്ലേ? ഓക്കെ, അപ്പൊ ഇനി പ്രോഗ്രാം അവിടെ വെച്ച് കാണാം. എന്താണ് പറയാനുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ? അതെ, താങ്ക് യു ഫോർ യുവർ വേർഡ്സ്. പിന്നെ പൊന്നിന്റെ ആങ്കറിംഗ് ഉണ്ട്, അതാണൊന്നൊരു പ്രശ്നം. ബാക്കിയൊക്കെ കുഴപ്പമില്ല, ബാക്കിയെല്ലാം സെറ്റാണ്. അതെ 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 അതെ. ഇവരൊക്കെ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കും, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഓണത്തിന് വയലന്റ് ആവാനുണ്ട്, ഓണത്തിന് തകർക്കും നമ്മൾ. പിന്നെ അവിടുത്തെ പ്രോഗ്രാംസ് കാണാട്ടാ. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്താലോ? പുറത്ത് നിൽക്കുന്ന എല്ലാവരും അകത്തേക്ക് കയറി ഇരിക്കുക. നമ്മള് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇത് എല്ലാവരും സൈലന്റ് ആയിട്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രവീൺ ചേട്ടന്റെയും ദിയ ചേച്ചിയുടെയും മൂന്നാമത്തെ ബേബി ക്ലെയർ റോസ്ലിന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ഓഗസ്റ്റ് 11 ട്യൂസ്ഡേ ആയിരുന്നു. ഇന്നാണ് നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ലിറ്റിൽ സ്റ്റാർ ക്ലെയർ റോസിനെ അവളുടെ ഫാമിലിയോടൊപ്പം തന്നെ നമുക്ക് വെൽക്കം ചെയ്യാം. നല്ലൊരു കയ്യിലോട് കൂടി നമുക്ക് വെൽക്കം ചെയ്യാം കേട്ടോ. വെൽക്കം ചെയ്യാറുണ്ട് ഈ പ്രോഗ്രാമിന്. പക്ഷെ ഇന്ന് ഞാനല്ല വെൽക്കം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ക്ലെയർ റോസിന്റെ പാരന്റ്സ് ആണെന്ന്. അല്ല, ഇവരൊക്കെ ഒരുപാട് വളർന്നു. ക്ലെയർ റോസിന്റെ വെല്ലിയേട്ടനും വെല്ലിയേച്ചിയാണ് നിങ്ങൾ വെൽക്കം ചെയ്യാൻ പോകുന്നത്. അപ്പൊ ക്രിസ്റ്റൽ ആൻഡ് ഫിലിപ്പ് വെൽക്കം ചെയ്യുവരെ, ഇന്നത്തെ ബർത്ത്ഡേക്ക് വന്നവരെ. Good evening everyone. I am Christian Valli Praveen. പഠിച്ച് പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞില്ലേ? നല്ലൊരു കൈ ഇവർക്കൊന്ന് കൊടുത്തേ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാം തുടങ്ങാം. ഹാപ്പി ആയിട്ടും ദൈവം ആഗ്രഹിക്കുന്ന നല്ല ബേബി ആയിട്ട് വളർന്നു വരാനായിട്ട് അവൾക്കും അവളുടെ ഫാമിലിക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ ഫിലിം സാറിനെ വെൽക്കം ചെയ്യണേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്ലെയർ റോസിന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു വർഷം പൂർത്തിയാക്കുകയാണ്. അവളുടെ 1-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ കർത്താവേ, ഞങ്ങളെ ഒരുമിച്ച്
ഒരുമിച്ച് കൂട്ടിയതിന് ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയുന്നു. എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ. പാരന്റ്സിന് ചെറിയൊരു എന്റർടൈൻമെന്റ് കൊടുക്കാണ്. പണിയും അതായത് ഒരു ചെറിയ സംഭവം നിങ്ങൾ കല്യാണത്തിന് ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പാവങ്ങൾ വരട്ടെ പ്രവീൺചേട്ടാ. എനിക്ക് വരുന്ന സ്ഥലം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ അത് മെൻഷൻ ചെയ്ത് പറയാണ്. പ്രവീൺ ചേട്ടൻ ചാലക്കുടി കാരണങ്ങളാണ് പഠിച്ചത്. അറിയാലോ. അപ്പൊ പ്രവീൺ ചേട്ടൻ നല്ല പാട്ടുകാരനാണ്. ചെറുപ്പത്തിൽ മുതലേ നല്ല പാട്ടുകാരനാണ്. പ്രവീൺ ചേട്ടൻ കാരണങ്ങൾ പാട്ട് പാടി അല്ലെങ്കിൽ കുട്ടികളുടെ സ്കൂളിൽ പഠിക്കുന്ന പാട്ട് പാടി അതൊക്കെ ഡാൻസ് കണ്ടിട്ടുണ്ട്. നന്നായി കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഇമാജിൻ ചെയ്യാട്ടോ. ഇവര് ഒക്കെ അറേഞ്ച് അതാണ് പറയുന്നത്. അപ്പൊ ചേച്ചി പ്രവീൺചേട്ടൻ പാട്ടുകൾ കുറെ കണ്ടിട്ട് ഇഷ്ടമായി. പാട്ട് ഇഷ്ടമായി, പാട്ട് പാടി ആൾ ഇഷ്ടമായി. അപ്പൊ എന്റെ ചേച്ചി കുറ്റിക്കാട് ബസ് പിടിച്ച് ചാലക്കുടി കാർമലിൽ വന്നിട്ടാണ് ഒരു ദിവസം എന്റെ ഇഷ്ടം പറയാനായിട്ട്. അപ്പൊ പ്രവീൺചേട്ടൻ എങ്ങനെയാണ് വിളിക്കുന്നത്, പ്രവീൺചേട്ടൻ റിപ്ലൈ എന്താണ്, ആ ഒരു പ്രൊപ്പോസൽ സീൻ ഇന്നത്തെ ദിവസം നിങ്ങൾ എൻജോയ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് പറയാം, പറയാറ് ടീമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീമിൽ മനസ്സിലാക്കണ്ട. ഞാനിങ്ങനെ ചേട്ടൻ്റെ പാട്ടുകൾ കേൾക്കാറുണ്ട്. ചേട്ടൻ വിളിക്കാറില്ല, പ്രവീൺ വിളിക്കാറൊന്നും അറിയാത്ത ഫസ്റ്റ് ആണ് പറയുന്നു. ചേട്ടൻ്റെ പാട്ടുകൾ കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പാട്ടുകൾ ഇഷ്ടമായിരുന്നു. പിന്നെ കാണാൻ കഴിയുന്നത് അതുപോലെ കൈ തെളിയിക്കുക. ഇമാജിൻ ചെയ്താൽ ചേച്ചി, ഇമാജിനേഷൻ. പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പാട്ട് പാടി ആളെ എനിക്ക് ഇഷ്ടമായി. ഞാൻ ചേച്ചിക്കാട് അമ്പെരുന്നാൾ വരുമ്പോ നിന്നെ കാണാറുണ്ട്. പിന്നെ അപ്പനറിയാതെ പിന്നെ ഞാനൊരു സാധനം കൂടി കൊണ്ടുവരുന്നുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തു പോലെ അപ്പൊ നമുക്ക്
കിച്ചു ഫോട്ടോ കിച്ചു പാട്ട് പാടി ഒരാളോട് പറയാ പൊന്നു പൊന്നു എനിക്ക് പാട്ട് പാടുന്നത് അല്ലേ ഓക്കെ ഞാൻ പറയും ഗ്രീൻ അപ്പൊ നിങ്ങൾ ഗ്രീനിന്റെ സൈഡിൽ ചാടണം റെഡ് പറയുമ്പോൾ റെഡിന്റെ സൈഡിൽ ചാടണം ഈ കളി വേറെ കളിയായിട്ട് സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ തികച്ചും സാങ്കല്പിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലായോ ഗെയിം അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെ മതി ഓക്കെ മനസ്സിലായി ലേറ്റ് ആയിട്ട് ഏറ്റവും ലേറ്റ് ആയിട്ട് കയറുന്നവരും ഔട്ട് ആവേ വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല സ്റ്റാർട്ട് ചെയ്യാം ഗെയിം വേഗം തീർത്തിട്ട് വേണം നമ്മൾ അപ്പോഴത്തേക്കൊക്കെ ഗെയിം കൊടുക്കാൻ കേട്ടോ 2 3 സ്റ്റാർട്ട് ഇല്ല അപ്പൊ ഫസ്റ്റ് ആയത് നമ്മുടെ ക്രിസ്റ്റൽ അതെ ക്രിസ്റ്റൽ ആണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് സെക്കൻഡ് കൺഗ്രാറ്റുലേഷൻസ് അപ്പൊ നിങ്ങൾക്ക് സമ്മാനം വേണ്ടേ സമ്മാനം തരാം സിമ്പിൾ ഗെയിമാണ് ഒരു കോയിൻ തരും ആദ്യം വീഡിയോ എൻകറേജ്മെന്റ് പ്രോത്സാഹനം അതല്ല നിങ്ങളുടെ ഗെയിം വളരെ സിമ്പിൾ ഗെയിമാണ് ഇവിടെ ഇരിക്കുന്നവർ ശ്രദ്ധിക്കാം ഇവരെ നോട്ട് ചെയ്യാം തീരുമാനം അന്തിമമായിരിക്കും സമ്മാനം നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും ഫൈനൽ ആവുന്ന ആൾക്ക് ഗെയിമിക്കും കട്ടാം ആ ഗെയിം സോറി ആ കോയിൻ കാൽമ വെച്ച് ഇത്രയും ഒരു 9 ഡിഗ്രിയിൽ അങ്ങനെ ഇങ്ങനെ വെച്ച് നിൽക്കുക താഴെയുള്ളവർ കുട്ടിയെ കൊടുക്കലോ അങ്ങനെ നിങ്ങൾ പൊതുപിടിക്കുക ബാലൻസ് ചെയ്ത് ഏറ്റവും കൂടുതൽ ടൈം പിടിക്കുന്ന ആളാണ് വിൻ ചെയ്യുന്നത് അത്ര ചെസ് നമ്പർ 2 സെക്കൻഡ് ഗെയിം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ മുട്ടിൽ നിൽക്കുക ഈ ഒരു 90 ഡിഗ്രി ഞാൻ പ്രത്യേകം പറയാണ് അതുപോലെ അനീഷ പോലെ ഗെയിം 1 3 സ്റ്റാർട്ട് ബാലൻസ് ചെയ്തിരിക്കുക ടച്ച് ചെയ്യില്ല
അയ്യോ വീഴല്ലേ. എത്ര പിടിക്കാൻ ഫോട്ടോ എടുക്കണ്ട്. ചേട്ടാ എന്താണ് സ്പെഷ്യല്? ചിക്കൻ ബിരിയാണി, മട്ടൻ, ബീഫ്. നമ്മുടെ ജസ്റ്റാന്റെ ബിരിയാണി അല്ലാത്തതിന് ഒരു കുറവ് ഉണ്ടെങ്കിലും അടിപൊളി ബിരിയാണിയാണെന്നാണ് സ്മെല്ല് കേട്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ചിക്കൻ ബിരിയാണി കഴിച്ചു, അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം, ഇത് ഞാൻ എടുത്തതല്ല കേട്ടോ, ഇത് എനിക്കെടുത്ത് തന്നതാണ്. ചിക്കൻ ബിരിയാണി ആണെങ്കിൽ എനിക്ക് കൂടുതൽ പീസ് അറിയാം, ആങ്കറിങ് ചെയ്താൽ പറഞ്ഞത്. പിന്നെ പായസം ഉണ്ട്, കാണിച്ചു കൊടുത്തു. പായസം എനിക്ക് വേണ്ട. ഏതാ പാലടയാ? ആ വേണ്ട, പാലട ഫേവറേറ്റ്. അപ്പൊ ഇത് കഴിച്ച് തീർത്തിട്ട് നമുക്ക് കാണാം. ഫ്രണ്ട്സ് ഒക്കെ അവിടെ നിന്ന് കഴിക്കണേ, ഐസ്ക്രീം എടുക്കാൻ കുട്ടി ചോദിക്കുന്ന എന്താ ശ്രുതി നമ്മൾ കണ്ടില്ല. ഡ്യൂട്ടി ആയിരുന്നോ? ഓക്കെടാ, കുഴപ്പമില്ല കുഴപ്പമില്ല. നമ്മുടെ ജെവൈ ഗേൾസ് ഗ്യാങ് കുറച്ചുപേരെ അപ്പുറത്തുനിന്നോ? ഇതാണ് നമ്മുടെ ജെവൈ ഗേൾസ് ഗ്യാങ്. നിങ്ങള് പോളിയ ചില്ലയാണല്ലേ? ആ മതി മതി, വെള്ളം തെറിപ്പിക്കണ്ട.
വിജയ നോരനെന്നോ കളിച്ചോ കളിച്ചോട്ടാ ഓക്കേ ബൈ. നാളെ വെളുപ്പിന് 5 മണിക്ക് നമ്മുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ പൂളിൽ വൈബ് ചെയ്യുകയാണ്. എല്ലാവരും ഉണ്ട് പൂളിൽ എൻജോയ് ചെയ്ത് നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നതായിരിക്കും.